നമസ്കാരം. ഇറാന്റെ ആക്രമണത്തിന് മുന്നിൽ തിടുക്കപ്പെട്ട് പ്രത്യാക്രമണം നടത്തരുതെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശം തള്ളിക്കൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തി ഇസ്രയേൽ. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമസേന അതിശക്തമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യ ഒന്നടങ്കം നടത്തിക്കൊണ്ടാണ് ഇന്ന് പുലർച്ചെയോടെ ഇസ്രയേലിന്റെ അപ്രതീക്ഷിത മിന്നലാക്രമണം ഉണ്ടായത്. ഇറാന്റെ ഭീകര ഭരണകൂടത്തിന്റെ പടിഞ്ഞാറൻ മധ്യ മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം വിജയകരമായി നടത്തിയിരിക്കുന്നുവെന്ന് തങ്ങളുടെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിലൂടെ IDF വ്യക്തമാക്കി. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പ്രധാനമായും തകർത്തതെന്നാണ് സൂചന. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചോ ജീവഹാനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആക്രമണം നടന്ന കൃത്യമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേൽ സൈന്യം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇറാനെതിരെ ഒരു കാരണവശാലും പ്രത്യാക്രമണം അരുതെന്നും സമാധാന കരാറിന് നമ്മൾ തൊട്ടടുത്താണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചരിത്രപരമായ സമാധാന കരാറിനോട് അമേരിക്കയും ഇറാനും വളരെ അടുത്താണെന്നും ഈ സാഹചര്യത്തിൽ പ്രത്യാക്രമണം നടത്തി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കരുതെന്നും ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെടുമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇറാൻ മിസൈൽ തൊടുത്തതിന് പിന്നാലെ നെതന്യാഹുവുമായി നടത്തിയ അടിയന്തര ഫോൺ സംഭാഷണത്തിലാണ് ട്രംപ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വരും ദിവസങ്ങളിൽ തന്നെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ഒരു തിരിച്ചടിയിലൂടെ ഈ സമാധാന ശ്രമങ്ങളെ തകർക്കരുതെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലുകൾ വർഷിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നീക്കങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെയ്റൂട്ട് ആക്രമണത്തെ താൻ ഒട്ടും പിന്തുണയ്ക്കുന്നില്ലെന്നും അത് സമാധാന ചർച്ചകളെ ബാധിക്കുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ കടുത്ത ഭാഷയിലാണ് ട്രംപ് ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയെ വിമർശിച്ചത്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്, അതുകൊണ്ടാണ് US ഉണ്ടാക്കുന്ന സമാധാന കരാർ അംഗീകരിക്കല്ലാതെ നെതന്യാഹുവിന് മുന്നിൽ മറ്റ് വഴികളില്ല എന്ന് ട്രംപിന്റെ പ്രതികരണം വന്നത്. ഇസ്രായേലിന് പ്രത്യാക്രമണം നടത്താൻ വൈറ്റ് ഹൗസ് ഒരു തരത്തിലുള്ള പച്ചക്കൊടിയും കാട്ടിയിട്ടില്ലെന്നും US വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുടെ കൺട്രോളിൽ നിൽക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം. ട്രംപിന്റെ മുന്നറിയിപ്പുകളെ കാറ്റിൽ പറത്തി ഇറാന്റെ മണ്ണിൽ ഇസ്രായേൽ ബോംബുകൾ വർഷിച്ചതോടെ പശ്ചിമേഷ്യയിലെ നയതന്ത്ര സമാധാന ചർച്ചകളെല്ലാം പൂർണ്ണമായും പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് മുതിർന്നാൽ അത് പശ്ചിമേഷ്യയിൽ വിഷയങ്ങൾ വീണ്ടും വഷളാക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഇസ്രായേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണ പരമ്പര ഉണ്ടായത്. നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത അനവധി മിസൈലുകളും തങ്ങൾ വിജയകരമായി തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഏത് തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയും ചെറുക്കാൻ ഇസ്രായേൽ സേന സജ്ജമാണെന്നും ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ വൻ വ്യോമാക്രമണമാണ് ഇറാനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. ജനവാസ മേഖലയായ ദഹിയയിൽ പ്രവർത്തിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡ് ആസ്ഥാനവും തന്ത്രപ്രധാനമായ ഭൂഗർഭ ഓപ്പറേഷൻ റൂമും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ യുദ്ധവിമാനങ്ങളുടെ ആക്രമണത്തിൽ ഈ കേന്ദ്രം വിജയകരമായി തകർത്തതായും ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു.